താൻ അളിയനെ ഒന്ന് വിളിക്ക്. ഞാനിവിടെ ഉണ്ട്. അവനെ ഞാൻ പൊക്കിക്കോളാം. അവനെ അത്ര നിസ്സാരനായി കാണരുത്. അവന് വേണ്ടി ഒരു ബെഡ് ബുക്ക് ചെയ്തിട്ടേര്. ഹലോ, വീണ്ടും മലയാളിയോ? ആരാണ്? നിങ്ങൾ അബദ്ധങ്ങൾ വല്ലാതെ സംസാരിക്കണ്ടല്ലോ. അപ്പൊ അതൊന്നും ക്ലിയർ ആണ്. നിങ്ങൾ ഇസ്ലാമിനെ വികലമായിട്ട് മനസ്സിലാക്കിയിരിക്കില്ല. പുതിയ ലിബിയാന്റെ പേരില്ല, പഴയ ലിബിയാനും താർത്തേനെ. ഞാൻ പറഞ്ഞ അബദ്ധം പറയൂ. നിങ്ങൾ പറഞ്ഞ മുഴുവൻ അബദ്ധങ്ങളോ? നല്ലൊന്നും പറഞ്ഞില്ല. ഒരെണ്ണം പറയൂ. ഒരെണ്ണോ? അപ്പൊ നീ പറയില്ല അല്ലേ? ഇല്ല. നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. നമുക്ക് സംസാരിക്കാനോ? തുടങ്ങിയില്ല, തുടങ്ങാൻ പോകുന്നുള്ളൂ. ഇത്രയും വലിയ സൗകര്യമുള്ള പിന്നെ ഇപ്പൊ നേരിട്ട് കണ്ടിട്ട് കത്തിയും വാളും വടിവാളൊക്കെ എടുക്കാനല്ലേ? നീ കാണ് കണ്ടോ, അയ്യോ എല്ലാം നിത്യോപയോഗ സാധനങ്ങളാണ്. വടിവാളൊന്നുമില്ലേ, നമുക്ക് ശാന്തമായി സ്വസ്ഥമായി സംസാരിക്കാം. ധൈര്യമായിട്ടിരിക്കണം. ഞാൻ ചത്തോയ എന്റെ പിള്ളേർക്ക് നീ ചെലവിനോട് കൂടാ. അതെ, വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്കാം. എനിക്കതാ സൗകര്യം. സത്യം മനസ്സിലാക്കിയാൽ അത് ഉൾക്കൊള്ളാൻ സൗകര്യം. നിങ്ങൾ ഫോണിലൂടെ നിങ്ങൾക്ക് പറയാൻ സൗകര്യം ഉണ്ട്. ഇപ്പൊ പറഞ്ഞോളൂ, ഒരു ഉദാഹരണം പറയാം, നമുക്ക് ചർച്ച ചെയ്യാം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? നിങ്ങൾ പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച്, പ്രവാചകന്റെ വിവാഹ ജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്റെ ഭയ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും. ആരിപ്പോ നീ മനസ്സിലാക്കേണ്ട വെച്ചാല് ആ കാലഘട്ടത്തിൽ അവിടെ നിൽക്കട്ടെ, ചോദിച്ചതിന് ഉത്തരം പറ. ഈ എന്നെയാണ് ഒട്ട എന്ന് വിളിച്ചത്? ചോദിച്ചിട്ട് വലിയ യമണ്ടൻ ചോദ്യമൊക്കെ ആയിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റും. ചോദ്യം മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അത് ഇമേജിനെ തന്നെ ബാധിക്കില്ലേ? പിന്നെ ഇപ്പൊ കൊട്ടക്കണക്കിന് ഇമേജ് അല്ലേ കൊണ്ട് തന്നിരിക്കുന്നത്. റഷീദ് ഒന്ന് സമാധാനിക്കും. മുഹമ്മദ് നബി ഉസ്വത്തുൻ ഹസനയാണോ? ഇതിൽ ആരൊക്കെയാണ് ഉസ്വത്തുൻ ഹസന എന്ന് പറയൂ. 100% പ്രവാചകൻ ഹസനാണ്. അപ്പൊ പിന്നെ പ്രവാചകൻ 6-ാം വയസ്സിൽ ചെറിയ പിഞ്ചു കുട്ടീനെ കെട്ടിയാൽ അത് പ്രവാചകൻ, ഞാൻ പറയുന്നത് പ്രവാചകൻ ആയിഷാനെ വിവാഹം കഴിക്കുക എന്നുള്ളത് പിന്നെ അള്ളാഹുവിന്റെ കൽപ്പന ആണ്. അന്നത്തെ ഇസ്ലാമിക സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആയിഷാണ്. അത് അറിയാം. സ്ത്രീകൾക്ക് വേണ്ട അറിവുകൾ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പിന്നെ ആയിഷാനെ ആയിഷാനെ വിവാഹം കഴിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ കൽപ്പന, അള്ളാഹിന്റെ താല്പര്യമാണ്. ഇസ്ലാമിന്റെ പ്രവാചകൻ നിങ്ങളുടെ മണ്ടത്തരം പറഞ്ഞു കഴിയുമ്പോ പറയും. മണ്ടത്തരം നീയാ പറയണത്. നീ ഒരു മണ്ടത്തരം കഴിയുമ്പോ പറയും, എന്നിട്ട് വേണം എനിക്ക് എന്റെ മണ്ടത്തരം പറയാൻ. അതിന് വേണ്ടിട്ടാ. വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കൂടെ തോന്നണ്ടേ. നീ വെറും സംഖ്യയിൽ നിന്ന് ഫണ്ട് മറ്റേ തരമാടിത്തം പറഞ്ഞു നടക്കില്ലടോ. വെറും ഫണ്ട് വാങ്ങിക്കില്ല, സംഖ്യയിൽ ഫണ്ട് വാങ്ങിക്കില്ലേ? എന്നെ ഈ വേഷം കെട്ടിച്ചതും അഭിനയിക്കാനും പറഞ്ഞത് താന്. അതിന് താൻ ദിവസവും എനിക്ക് 500 രൂപ കൂലിയായിട്ട് തരുന്നുണ്ട്. നീ എന്തൊക്കെയാടാ ഈ പറയണേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, താൻ മുഴുവൻ കേക്ക്. എടാ ദ്രോഹി, ഞാൻ എപ്പോഴാടാ ഇതൊക്കെ പറഞ്ഞത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാരും അറിയിക്കാനുണ്ട്. ഹിന്ദുമതത്തിൽ കുറെ ജീർണതയുണ്ട്, ക്രിസ്തുമതത്തിൽ കുറെ ജീർണത. അതിനെ കുറിച്ച് ഒന്ന് പറയും. കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാകാതെ നമ്മൾ ആരും ഇവിടുന്ന് പോകുന്നില്ല. പറഞ്ഞിട്ട് കേട്ടിക്കണമെന്നാണേ. സുഹൃത്തെ പ്ലീസ് ശാന്തനാകൂ. ഇനി പറയൂ. ഞങ്ങൾ കക്കൂസ് പൊളിച്ചിട്ട് ജയിലിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ക്ഷമിക്കണേ, മനസ്സിലാ? ഇനി അവന്റെ ആരാച്ചാരം ഞാനാ. പക്ഷെ ഒരു കക്കൂസ് പൊളിച്ചിട്ട് ജയിലിൽ കയറാനും അവിടുത്തെ ഗോതമുണ്ടോ ഞാനൊന്നും തോട്ടപ്പള്ളി സുരേന്ദ്രനെ കിട്ടുക. അവനെ തീർത്ത് കളയേണ്ടതായിരുന്നു. ആശയപരമായിട്ട് നിങ്ങൾക്ക് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല. 6-ാം വയസ്സിൽ പെൺകുട്ടീനെ കെട്ടിയിട്ട് അത് തെണ്ടിത്തരാണ്. ആരോപണം വേറെ ആർക്കുണ്ടോ? ലോകത്ത് വേറെ ആരെങ്കിലും പറഞ്ഞോ? വേറെ ആരും ഉസ്വത്തുൻ ഹസനയാണോ? ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉസ്വത്തുൻ ഹസനയാണോ? മുസ്ലിം പേരാണ് മാറ്റിക്കൂടെ? ഇസ്ലാമിൽ അംഗീകരിക്കാത്ത എന്താ ഈ മുസ്ലിം പേര്? ആരൊക്കെ അബൂബക്കറിന്റെ പേരിട്ട് തോന്നിയ സ്ഥലോ? ആരൊക്കെ ആരെങ്കിലും അഹിന്ദുക്കളുടെ പേരിടോ? സാർ എന്ത് വേണമെങ്കിലും ചെയ്യാം. വേണമെങ്കിൽ ആന്റെ പേര് മാറ്റിക്കോളാം സാർ. എടാ, നമ്മൾ അറബിക്കഥയിലുള്ള ആന്റെ പേരൊക്കെ ഈ മാറ്റോ? ഉണ്ടത് ബാപ്പാന്നോ ഞാൻ നോക്കൂല. മാപ്പാക്കണം. അതൊന്നും എനിക്കറിയാം. ഞാൻ ഈ ചോദിക്കുന്ന മറുപടി അറിയില്ല. നിങ്ങൾ വെറും മദ്രസപ്പൊട്ടനാണ്. ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിക്കാത്തോണ്ടല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ. നിങ്ങൾക്ക് കക്കൂസ് പൊളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ലോണം കൊല്ലാതെ നടക്കുന്ന ഒരാൾ മാത്രം. അല്ലാതെ ഇസ്ലാം നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് കൈവട്ടാനും തന്നെയാണ്. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാപ്പ. ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ തനി സംസാരിക്കുന്നത്. ഈ തെമ്മാടിത്തരം മൊബൈൽ യൂട്യൂബിൽ മാന്യമായിട്ട് സംസാരിക്കണ്ടോ? സംവാദം സൗകര്യമാണ്.
ഇതൊരുമാതിരി വേലിയായിരുന്ന പാമ്പിനെ എടുത്ത് അവിടെ ഒന്നും വെച്ചേക്കല്ലേ വെച്ചു. സാരില്ല വല്യച്ഛ. അന്റെ സൗകര്യമാണ് മേല് വേനാവും ഇറച്ചിയും മണ്ണാവും മര്യാദയ്ക്ക് സംസാരിച്ചോണ്ടി കേട്ടോ. ഞാനൊരു സത്യം പറഞ്ഞ നിങ്ങൾ ഞെട്ടരുത്. എന്റെ കരയില് 2 എണ്ണത്തിന് തല്ലിക്കൊന്നിട്ടാ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് അല്ലേടോ. ഇനിയും എന്നെ കൊണ്ടായി ചെയ്യിക്കരുത്. ഇവനെ സൂക്ഷിക്കണം. ഇവിടെ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഇവിടെ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഇവിടെ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഇവിടെ ഇന്ത്യ ചൂടാവരുത്. ഏത് നിമിഷവും ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ചൂടാകുന്നില്ല. പലെടുക്കും മനസ്സിലാക്കിയോ? ആഹാ അടിപൊളി. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഹലോ ഇനി ആ കസേര കയറിയിരുന്നല്ലേ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. NIAB upon you. NIAB upon you. NIAB upon you. Okay. ദൈവമേ പറഞ്ഞത് അപ്പത്തോയാ. നിങ്ങൾ മെമ്പറിനെ കൊണ്ടുപോവാ, ഏതെങ്കിലും അസുഖത്തിലേക്ക് കൊണ്ടുപോവാ. എന്താ കൊണ്ടുവരാത്തത്? അറ്റ്ലീസ്റ്റ് മറ്റേ ആനമയിലൊട്ടകം ബാസിലിനെങ്കിലും കൊണ്ടുപോവാ. അത് വിളിച്ച ഈ ആൾക്കാരല്ലേ? എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങളെ മദ്രസ ടീമിൽ കൊലകൊമ്പൻ ആൾക്കാരുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടാ നമുക്ക് സംഭവത്തിൽ. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇരുന്നട്ടെ. അടിക്കുമ്പി ആശാന് പച്ചമുട്ടയെ കട്ടിച്ചെഞ്ഞായും കഴിക്കുന്ന പതിവുണ്ടോ? പൊട്ടനായി അങ്ങ് പഠിച്ചില്ല. അതിന്റെ ദുരന്താണ്. 6 വയസ്സിലെ കല്യാണം നമ്മൾ എടുത്ത് പറഞ്ഞിരിക്കും സുഹൃത്തെ. അത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ 2 സംഭവിച്ചു. എന്നെ ഒന്ന് പിടിച്ചുയർത്തടാ. മതി. അതിന് മറുപടി കയ്യും കാലും വെട്ടലാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഞാൻ പറയണത്. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി. കേരടാ ബ്ലാഡ് ഫുൾ. പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന് നടയിൽ വെച്ച്. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യപ്പത്തൊന്നും കാണിക്കരുത്, നാറ്റിക്കരുതെന്ന്. മോശമായി പോയി. നീ വിളിച്ച് സോറി പറഞ്ഞേക്കാം. ഹലോ, ഭീഷണിപ്പെടുത്തിയിട്ട് മതിയായില്ലേ? ഭീഷണിപ്പെടുത്തിയത് മതിയായ ഒരാൾ കട്ട് ചെയ്താ. എന്തോ കേട്ടില്ല. ഞാൻ പറഞ്ഞത് നേരിട്ട് സംസാരിച്ച നിങ്ങൾ കത്തിയും വടിവാളായിരിക്കും ഞാൻ പറഞ്ഞു. നിങ്ങൾ തക്കിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി. വരണ്ടോ? ഞാൻ വരണ്ടോന്നുമില്ല. പട്ടാളം വരണ്ടോ? അത് വരണ്ടു. ഉടനെ സ്ഥലം വിട്ടോളാന്ന് പറഞ്ഞു. വണ്ടി എടുക്കടാ. പൊട്ടാറിന്റെ കൈയും കാലും മറക്കുന്നു. അത് അവനെ കണ്ടപ്പോ ഞാൻ വിറച്ചു. ഞാനല്ല, അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു. കാക്കമാരെ ചൂടാറിയല്ലേ നമ്മളിവിടെ. ഓക്കെ, നിങ്ങളുടെ പരിപ്പ് എന്താണെന്നുള്ളതേ നന്നായിട്ട് അറിയുന്ന ആളാ ഞാൻ. അപ്പൊ അതുകൊണ്ട് അത് ഇങ്ങോട്ട് എടുക്കാൻ നിൽക്കണ്ട. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. എന്ത് വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. അരിച്ചു പെറുക്കാൻ അവനിപ്പോ അനിക്സ്പ്രേ ആയിട്ടുണ്ടാവും. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ഞാൻ പറഞ്ഞതല്ലേ അവനെ ബുദ്ധിപൂർവ്വം നേരിടണമെന്ന്. അതിന് എവിടുന്നാണോ ബുദ്ധി? ഈ മൂളക്കം കുറെ മുമ്പ് അളിയന്റെ തല ഉണ്ടായിരുന്ന ഇത്രയും കുഴപ്പം വരില്ലായിരുന്നു.